നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മിഥുനക്കൂറുകാരുടെ 2024 ജൂൺ മാസം എങ്ങനെയെന്ന് പരിശോധിക്കാം. ധനസമൃദ്ധിയും സൗഭാഗ്യവും വാക്വിലാസവും കുടുംബസുഖവും സുഖലബ്ധിയും തുടങ്ങിയ ഗുണാനുഭവങ്ങളും ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കാം. നേത്രരോഗം, യാത്രാക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഗുണപ്രദമായ മാസമാണ് ഈ ജൂൺ മാസം. ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ എന്താണോ ഫലം ലഭിക്കുന്നത് അത് 10 മടങ്ങ് ഈ മാസം ലഭിക്കുന്നതാണ്. അതുപോലെ ഉപരിപഠനത്തിനും ഗവേഷണങ്ങൾക്കും ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും. ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യദിനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മാസം വ്യക്തിപരവും അതുപോലെ തന്നെ ഗാർഹികവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് 8-ാം തീയതിയും 12-ാം തീയതിയും 20-ാം തീയതിയും ഭാഗ്യദിനമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 3-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. യാത്രകൾക്ക് 1, 2, 22 തീയതികൾ ഭാഗ്യദിനങ്ങളാണ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും 1-ാം തീയതിയും 2-ാം തീയതിയും 12-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. കുട്ടികൾക്കും ഊഹക്കച്ചവടത്തിനും 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും, സേവനങ്ങൾക്ക് 2-ാം തീയതിയും 20-ാം തീയതിയും 22-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. പങ്കാളിത്ത ബിസിനസ്സുകൾക്ക് 3-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 7-ാം തീയതിയും 8-ാം തീയതിയും 20-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും 2-ാം തീയതിയും 4-ാം തീയതിയും 12-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. 2024 ജൂൺ മാസം ഏതൊക്കെ ദിനങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് അശുഭമായത് എന്ന് നമുക്ക് പരിശോധിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 5-ാം തീയതിയും 16-ാം തീയതിയും 25-ാം തീയതിയും അശുഭങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 6-ാം തീയതിയും 11-ാം തീയതിയും 18-ാം തീയതിയും അശുഭങ്ങളാകുന്നു. യാത്രകൾക്ക് 10-ാം തീയതിയും 18-ാം തീയതിയും 24-ാം തീയതിയും അശുഭങ്ങളാകുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും 6-ാം തീയതിയും 15-ാം തീയതിയും 16-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഊഹക്കച്ചവടത്തിനും കുട്ടികളെ സംബന്ധിച്ചും 5-ാം തീയതിയും 6-ാം തീയതിയും 17-ാം തീയതിയും അശുഭങ്ങളാകുന്നു. സേവനങ്ങൾക്ക് 15-ാം തീയതിയും 16-ാം തീയതിയും അശുഭങ്ങളാകുന്നു. പങ്കാളിത്ത ബിസിനസ്സുകൾക്ക് 16-ാം തീയതിയും 24-ാം തീയതിയും 25-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 17-ാം തീയതിയും 18-ാം തീയതിയും 24-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും 15-ാം തീയതിയും 16-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഇനി പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കർക്കിടകക്കൂറുകാരുടെ ജൂൺ മാസം എങ്ങനെയെന്ന് പരിശോധിക്കാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരുവാൻ വളരെയധികം സാധ്യത കാണുന്നു. കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ആത്മീയ ചിന്തകളിൽ ആകൃഷ്ടനാവാം. സന്താനങ്ങളുടെ ഗുണാനുഭവങ്ങളിൽ സന്തോഷിക്കാൻ ഇടവരാം. മനസുഖം, ആഭരണ ലബ്ധി, അർത്ഥലാഭം തുടങ്ങിയ ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധിക്കുമെങ്കിലും ചില കാര്യങ്ങൾ സാധിക്കുന്നതിൽ തടസ്സം വരാം. ശയനസുഖം, വസ്ത്രലാഭം, ഭക്ഷണഭോഗസുഖം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ദുർഭാഷണത്തിലൂടെ
ദുരിതങ്ങൾ വരാൻ സാധ്യത ഉള്ളതിനാൽ പരമാവധി ദുർഭാഷണം ഒഴിവാക്കുക. വിദേശവാസത്തിന് അവസരമുണ്ടാകാം. ഇനി ഈ നക്ഷത്രക്കാരുടെ അശുഭദിനങ്ങളും ഭാഗ്യദിനങ്ങളും ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ഗാർഹിക സംബന്ധമായ കാര്യങ്ങൾക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കും 11-ാം തീയതിയും 16-ാം തീയതിയും 23-ാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 4-ാം തീയതിയും 6-ാം തീയതിയും 24-ാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു. യാത്രകൾക്ക് 3, 4, 25 തീയതികളും വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 4-ാം തീയതിയും 15-ാം തീയതിയും 16-ാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു. കുട്ടികൾ, ഊഹക്കച്ചവടം ഇവയ്ക്കൊക്കെ 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു. പങ്കാളിത്ത കച്ചവടങ്ങൾക്ക് 6-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 10-ാം തീയതിയും 11-ാം തീയതിയും 22-ാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ഭാഗ്യദിനങ്ങളാകുന്നു. ഇനി ഈ നക്ഷത്രക്കാരുടെ 2024 ജൂൺ മാസത്തെ അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കും 8-ാം തീയതിയും 12-ാം തീയതിയും 17-ാം തീയതിയും അശുഭങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 8-ാം തീയതിയും 12-ാം തീയതിയും 20-ാം തീയതിയും അശുഭങ്ങളാകുന്നു. യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് 12-ാം തീയതിയും 20-ാം തീയതിയും അശുഭങ്ങളാകുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും 1-ാം തീയതിയും 7-ാം തീയതിയും 18-ാം തീയതിയും അശുഭങ്ങളാകുന്നു. കുട്ടികൾ, ഊഹക്കച്ചവടം എന്നിവയ്ക്കൊക്കെ 7-ാം തീയതിയും 17-ാം തീയതിയും 20-ാം തീയതിയും അശുഭങ്ങളാകുന്നു. സേവനങ്ങൾക്ക്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെയുള്ളവർക്ക് 2-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതിയും അശുഭങ്ങളാകുന്നു. പങ്കാളിത്ത ബിസിനസ്സുകൾക്ക് 17-ാം തീയതിയും 18-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 20-ാം തീയതി അശുഭമാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും 1-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.